ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. ഇതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് വാട്ട് ആർ മൈ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. അതായത് നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയയിലുള്ള നിങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള സ്ട്രെങ്ത് ഏതാണ്, അതുപോലെ വീക്ക് പോയിന്റ് ഏതാണ്. ഇത് രണ്ടും അറിഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റിനനുസരിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറെഡി നിങ്ങളുടെ സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലും അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളും എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മൊത്തത്തിൽ നിങ്ങളുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ വാല്യൂ കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആം ഐ അപ് ടു ഡേറ്റ് വിത്ത് ദ ലേറ്റസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീൽഡ് എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജീസ് വരും, ടൂൾസ് വരും, ട്രെൻഡ്സുകൾ വരും. അപ്പൊ അതിനോടൊക്കെ അഡാപ്റ്റഡ് ആവാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത പോയിന്റ് ആണ് എത്ര നന്നായിട്ട് എനിക്ക് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത്. ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ടാർഗറ്റഡ് ക്യാമ്പയിൻസ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് നല്ല അവെയർ ആയിരിക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം അതിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഏരിയയിൽ എക്സൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി കൂടുതലും ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടും ഭയങ്കര സുഖമുള്ളതായിട്ടും തോന്നും. അടുത്തൊരു കാര്യം, നിങ്ങൾ പ്രോപ്പറായിട്ട് ROI മെഷർ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്യാമ്പയിൻസിലും എന്ത് ആക്ടിവിറ്റീസിലും നിങ്ങൾ ROI ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ള വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അടുത്തത്, എത്രത്തോളം നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ല് സ്ട്രോങ് ആണെന്നുള്ളത്. കാരണം ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്കൊരു അനലിറ്റിക്കൽ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏരിയാസിൽ വരുമ്പോഴത്തേനും. അപ്പോൾ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് വൺ, എന്തൊക്കെ അഡീഷണൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ കരിയറിനെ അഡ്വാൻസ് ചെയ്യും, ആ കാര്യങ്ങൾ. അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ സർട്ടിഫിക്കേഷൻസുകൾ നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ വെറുതെ ചുമ്മാ സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കരിയർ ഫോക്കസ്ഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ വെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഫെയിലിയേഴ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ പ്രോപ്പറായിട്ട് നിങ്ങൾ വിചാരിച്ച പോലെ വർക്കൗട്ട് ആയില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മിസ്റ്റേക്സ് എല്ലാവർക്കും പറ്റും. ആ സെയിം മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്യാമ്പയിൻസിൽ വരുത്തുന്ന മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് നെക്സ്റ്റ് ഒരു ക്യാമ്പയിനിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ, ആം ഐ എഫക്റ്റീവ്ലി നെറ്റ്വർക്കിംഗ് വിത്തിൻ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റി. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എൻഗേജ് ചെയ്യാനും പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടും പുതിയ പാർട്ട്ണർഷിപ്സുകൾ കിട്ടാനും അല്ലെങ്കിൽ കുറേ ഇൻസൈറ്റ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് ആണ്, നെക്സ്റ്റ് 5 ഇയേഴ്സിലോട്ട് നിങ്ങളുടെ കരിയർ ഗോൾ എന്താണ്, ആ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്സുകൾ എടുക്കുക. അതിന് വേണ്ടിയിട്ട് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ഓരോന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന രീതിക്ക് അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലോങ് ടേം ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.